കുറവിലങ്ങാട്ട് നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കാരങ്ങൾ കുറ്റമറ്റ രീതിയിൽ പ്രാവർത്തികമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി അലംഭാവം കാണിക്കുന്നുവെന്ന ആക്ഷേപങ്ങൾ ശക്തമാകുന്നതിന് ഇടയിലാണ് കുറവിലങ്ങാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ബഹിഷ്കരിച്ചുകൊണ്ട് വാഹനങ്ങൾ സർവീസ് നടത്തുന്നത്. KSRTCയുടെ എല്ലാ ഓർഡിനറി ബസ്സുകളും മുഴുവൻ സ്വകാര്യ ബസ്സുകളും കുറവിലങ്ങാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ കയറിയിറങ്ങി യാത്രക്കാർക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കണമെന്ന നിർദ്ദേശമാണ് പരിഷ്കാരത്തിന്റെ ഭാഗമായി പ്രധാനമായും നടപ്പിലാക്കിയിരുന്നത്. കുറവിലങ്ങാട് പള്ളിക്കവലിലെ ഫയർ സ്റ്റേജ് ഉറപ്പാക്കുന്നതിനൊപ്പം വടക്കേക്കവലിക്ക് സമീപം പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ മുഴുവൻ വാഹനങ്ങളും കയറിയിറങ്ങി യാത്ര നടത്തുന്നത് അപകട ഭീഷണി ഒഴിവാക്കുവാനും ഒപ്പം യാത്രക്കാർക്ക് കൂടുതൽ സുഖപ്രദമായ യാത്ര ഉറപ്പാക്കുവാനും കഴിയുമെന്നായിരുന്നു വിലയിരുത്തിയത്. ഈ സംബന്ധിച്ച് മോട്ടോർ വാഹന ഗതാഗത വകുപ്പും KSRTCയും മറ്റ് പ്രാദേശിക തലത്തിലുള്ള ഭരണ സംവിധാനങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിക്കുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. വൈക്കം ഭാഗത്തു നിന്നും കുറവിലങ്ങാട് പള്ളിക്കവലിൽ നിന്നും വരുന്ന ബസ്സുകൾ പൂർണ്ണമായും പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെ പ്രവേശന കവാടത്തിലൂടെ കയറി തിരികെ മത്സ്യമാർക്കറ്റിന് സമീപമുള്ള വഴിയിലൂടെ ബൈപ്പാസ് റോഡിലെത്തി മുട്ടങ്ങൽ ജംഗ്ഷനിൽ പ്രവേശിച്ച് യാത്ര നടത്തണമെന്നാണ് പ്രധാനമായും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ഈ വൺ വേ സംവിധാനം പൂർണ്ണമായും അപകടത്തിലാക്കിക്കൊണ്ട് കോഴായിൽ നിന്ന് വരുന്ന ചില സ്വകാര്യ ബസ്സുകൾ ബൈപ്പാസ് റോഡിലൂടെ കയറി പഞ്ചായത്ത് മാർക്കറ്റിന് സമീപത്തൂടെ സ്റ്റാൻഡിലെത്തുന്ന പതിവ് കാഴ്ചയായിരിക്കുകയാണ്. ഇത് സമ്മാനിക്കുന്ന വലിയ അപകട ഭീഷണിയും ഗതാഗതക്കുരുക്കും ചെറുതല്ല എന്നിരിക്കെ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഇതിലുപരി വൈക്കം ഭാഗത്തേക്കും കൂത്താട്ടുകുളം ഭാഗത്തേക്കും പോകുന്ന ബസ്സുകൾ പ്രതീക്ഷിച്ച് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക വെയിറ്റിംഗ് ഷെഡിൽ യാത്രക്കാർ കാത്തു നിൽക്കുമ്പോൾ MC റോഡിലൂടെ പാഞ്ഞു പോകുന്ന ബസ്സുകളെയാണ് കാണേണ്ടി വരിക. ഇത് നിർദ്ദേശങ്ങളുടെ ലംഘനം എന്നതിലുപരി അപകട ഭീഷണിക്കും വഴിവെക്കുകയാണ്. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ അങ്ങേത്തലക്കൽ വെയിറ്റിംഗ് ഷെഡിൽ കൂത്താട്ടുകുളം ഭാഗത്തേക്കും പാലാ ഭാഗത്തേക്കുമുള്ള ബസ്സുകൾ കാത്തു നിൽക്കുന്ന യാത്രക്കാർ സ്റ്റാൻഡിന് പുറത്തു നിർത്തുന്ന ബസ്സുകളെ ലക്ഷ്യം വെച്ച് ഓടി MC റോഡിലെ ഗതാഗത തിരക്കേറിയ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുമ്പോൾ ഒഴിവാകുന്ന അപകടങ്ങൾ പലതും തരനാരിഴക്കാണ് എന്നുള്ളതാണ് ഈ ഭീഷണിയുടെ വലിയ സാഹചര്യം. അധികൃതർ അനാസ്ഥ അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഗതാഗത പരിഷ്കാരങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രധാനമായി ഉയരുന്ന ജനകീയ ആവശ്യം.